മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബിജെപി മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃശൂരിൽ ചിലവഴിക്കും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം സന്ദർശനത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഉജ്ജ്വലമായിട്ടുള്ള റോഡ് ഷോയോടുകൂടിയാണ് തൃശ്ശൂരിലെ പൗരാവലി അദ്ദേഹത്തെ വരവേൽക്കുന്നത്. ആ റോഡ് ഷോ വന്നതിന് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നുവരും. വേദിയിൽ അദ്ദേഹം ഏതാണ്ട് 1.25 മണിക്കൂറോളം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലുണ്ടാവും. വേദിയിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ പ്രതിനിധികളായിട്ടുള്ള 7ഓളം പ്രമുഖ മഹിളാ രത്നങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം ബിജെപിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തെ വേദിയിൽ അനുഗമിക്കും. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷമുള്ള സംസ്ഥാന തലത്തിലെ ആദ്യത്തെ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടിയാണ്. 10,000-ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാറുന്ന സ്ത്രീ മനസ്സിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു പ്രഘോഷണമായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം. നാരി ശക്തിയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ വിപുലമായ കവറേജാണ് ന്യൂസ് 18 നൽകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. CV അനുമോദ്, ടോം കുര്യാക്കോസ്, S വിനേഷ് കുമാർ എന്നിവർ. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഇതിലേറ്റവും പ്രധാനം എപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു, എന്തൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, എത്ര സമയം അദ്ദേഹം ചെലവഴിക്കും കേരളത്തിൽ എന്നുള്ളതാണല്ലോ. ടൈം ഷെഡ്യൂൾ വളരെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ? എപ്പോഴേക്ക് എത്തും എന്നതാണ് വിവരം. അഭിലാഷ്, നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിയോടെ അദ്ദേഹം തൃശൂരിൽ എത്തും. കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം റോഡ് മാർഗം തൃശൂർ നഗരത്തിലേക്ക് എത്തും. ജില്ലാ ആശുപത്രിക്ക് സമീപത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ തുടങ്ങുന്നത്. ആ പ്രത്യേക വാഹനത്തിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. അദ്ദേഹം ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരം തൃശൂർ റൗണ്ടിലൂടെ, അതായത് ജനറൽ ആശുപത്രി മുതൽ നായ്ക്കനാൽ പരിസരം വരെ, ഈ പരിപാടി നടക്കുന്ന ഇടം വരെ അദ്ദേഹം തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നേറും. 1/2 മണിക്കൂറോളം സമയം റോഡ് ഷോയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം സമ്മേളന വേദിയിലേക്ക് എത്തുക. നേരത്തെ BJP അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ ഒരു സമ്മേളനത്തിന്റെ വേദിയിൽ രാഷ്ട്രീയത്തിനതീതമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച വിവിധ മേഖലയിലെ സ്ത്രീകൾ, വനിതകൾ ഈ ഒരു വേദിയിൽ മോദിക്കൊപ്പം ഉണ്ടായിരിക്കും. നടി ശോഭന, വ്യവസായിയായ ബീന കണ്ണൻ, അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വനിതാ ക്യാപ്റ്റൻ മിന്നുമണി തുടങ്ങി 10ഓളം പേർ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1.5 മണിക്കൂറോളം സമയം അദ്ദേഹം ഈ സദസ്സിൽ വേദിയിൽ ഉണ്ടാകും. അതിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം 4 മണിയോടെ അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്കറിയാം 2 ലക്ഷത്തിലധികം വനിതകളാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ വനിതകളെ അഭിവാദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അദ്ദേഹം വേദിയിലേക്ക് നടന്നു കയറുക എന്നുകൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ഇതിനുവേണ്ടി ഇപ്പോൾ തൃശ്ശൂരിൽ സജ്ജമാക്കിയിരിക്കുന്നത്. തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള പ്രധാന പാതകൾ ഒഴികെ മറ്റെല്ലാ വഴികളും ഇതിനോടകം തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗതാഗത നിയന്ത്രണം വന്നിരിക്കുന്നു. തൃശ്ശൂർ റൗണ്ട് പരിസരത്തേക്ക് ബസ്സുകൾക്ക് വരാൻ കഴിയില്ല, വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക്, സദസ്സിലേക്ക് പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവർ എത്തിച്ചേരണമെന്നും നിർദ്ദേശമുണ്ട്.
കർശനമായ സുരക്ഷാ പരിശോധനകളാണ് നഗരത്തിൽ എല്ലായിടത്തും ഉള്ളത്. റോഡ് ഷോയിൽ തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഉണ്ടാകുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായ പോയിന്റുകളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളെപ്പോലും അനുവദിക്കുക. വലിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. അല്പസമയം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സംസാരിച്ചപ്പോഴും നമ്മൾ ചോദിച്ച ഒരു ചോദ്യം, ഈ ഒരു സമ്മേളനത്തിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അത്തരത്തിൽ സ്ഥാനാർത്ഥിയെ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്ന രീതി BJPക്കില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ അപ്പോഴും അനുമോദ്, ഈ വേദി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അനുമോദ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുമ്പോഴും വനിതകളുടേത് മാത്രമായ ഒരു ഇടമായി ആ വേദി മാറുന്നുണ്ട്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് ഔദ്യോഗികമായ ഒരു പദവി എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു ഇരിപ്പിടം ഉണ്ടാകും. രണ്ടാമത്തെ ഇരിപ്പിടം പുരുഷന്മാർക്ക് വേണ്ടി എന്നത് സുരേഷ് ഗോപിക്ക് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രഖ്യാപനം, ഇതാ തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ സുരേഷ് ഗോപിയെ മുന്നോട്ട് വെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും അത് പറയാതെ പറയുക തന്നെ ചെയ്യില്ലേ പ്രധാനമന്ത്രി? തീർച്ചയായും സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി ഇതിനോടകം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് BJP പ്രവർത്തകരും അണികളും നേതാക്കളുമെല്ലാം. ഏറ്റവും വ്യക്തമായിട്ട് തന്നെ സുരേന്ദ്രൻ അതിനൊരു പരോക്ഷ മറുപടിയും നൽകി. കഴിഞ്ഞ തവണ ഇവിടെ പരാജയപ്പെട്ടതിന് ശേഷവും അദ്ദേഹം തൃശ്ശൂരിൽ തുടരുകയാണ്. ജയിച്ച MP-യേക്കാൾ ജനങ്ങൾക്ക് ഉപകാരം നൽകിയിരിക്കുന്ന, ജനങ്ങളെ സേവിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയാണെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ മെസ്സേജ് ഉണ്ട്, വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇന്നത്തെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത്, ഈ ഒരു സദസ്സിൽ സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തെ ചേർത്ത് നിർത്തി നരേന്ദ്രമോദി ആ വേദിയിലെത്തുമ്പോൾ തന്നെ അത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാകും. ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം, ഒരു സുരേഷ് ഗോപിയുടെ താരമൂല്യം അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്വീകാര്യത നമ്മൾ ഓരോ തവണ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന്റെ ഇടയിൽ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്ന, അദ്ദേഹത്തോട് സംസാരിക്കാൻ കാത്തു നിൽക്കുന്ന പ്രായഭേദമന്യുള്ള സ്ത്രീകളുടെ വലിയ ഒരു നിര. ഈ സമീപകാലത്തുണ്ടായ വിവാദങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രശ്നത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ പോലും അത് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് BJP കരുതുന്നത്. ഈ തൃശ്ശൂരിലെത്തുന്ന 2 ലക്ഷത്തിലധികം വനിതകൾ, അവർക്ക് തീർച്ചയായും സുരേഷ് ഗോപിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോട് ആരാധന ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ BJPക്ക് തൃശ്ശൂരിൽ നേടാനാകുമെന്ന പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. എന്താണെങ്കിലും കേരളത്തിൽ ഇതുവരെ സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹാശക്തി പ്രകടനത്തിന്റെ വേദിയായിട്ടാണ് BJP ഈ തീർച്ചയായും അങ്ങനെ ഒരു ശക്തി പ്രകടനം നടത്തുമ്പോൾ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയം. ടോം കൂടി ചേരുന്നുണ്ട്. ടോം, ഇവിടെ സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി ഉണ്ട്, അതിനപ്പുറത്ത് സംസ്ഥാന വ്യാപകമായി അടക്കം കാണുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷേ 5 മാസം അതിനപ്പുറത്തേക്ക് പോകില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അതിൽ തന്നെ A+ മണ്ഡലങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. നിരവധി മണ്ഡലങ്ങൾ, പത്തനംതിട്ട പോലെയുള്ള ഏതാണ്ട് 6 ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും കേരളത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൂടി, അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്രത്തോളം ശക്തി തെളിയിക്കാമോ അത്രത്തോളം തെളിയിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം അജണ്ട സെറ്റ് ചെയ്യുന്നത് തൊട്ടു മുന്നിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടല്ല. 2029 33% സ്ത്രീകളെ അടക്കം അണിനിരത്തിക്കൊണ്ടായിരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരിക എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നില്ലേ BJP? അഭിലാഷ്, തീർച്ചയായും. കാരണം BJPയെ സംബന്ധിച്ച് തൃശ്ശൂരത്തെ ഇന്നത്തെ ഈ ഒരു പരിപാടി, നരേന്ദ്രമോദിയുടെ പരിപാടിയും അദ്ദേഹം പങ്കെടുക്കുന്ന സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന പരിപാടി ഒരു രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ തുടക്കം തന്നെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമായി തന്നെ ഇതിനെ കാണണം. കാരണം നമുക്കറിയാം, ഇന്ന് ഈ പരിപാടിക്ക് മുന്നോടിയായി, അതായത് സ്ത്രീകളുടെ ഒപ്പമുള്ള ഈ മഹിളാ സംഗമത്തിന് തൊട്ട് മുൻപാണ് റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്വരാജ് റൗണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നും സ്വരാജ് റൗണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇതുവഴി പ്രവേശനമുണ്ട്.
ഏകദേശം 11 മണിയോടുകൂടി സ്വരാജ് റൗണ്ട് പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലാകും. ഇതുവഴിയുള്ള വാഹന ഗതാഗതങ്ങൾ പൂർണ്ണമായും നിരോധിക്കും. അതായത് വിവിധ ജില്ലകളിൽ നിന്നുള്ള കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം BJP പ്രവർത്തകരായിരിക്കും ഈ റോഡ് ഷോയിൽ, ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലുമായി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ അണിചേരുന്നത്. ഈ റോഡ് ഷോയിൽ BJP പ്രവർത്തകർക്കും അതോടൊപ്പം പുരുഷന്മാർക്കും പങ്കെടുക്കാം. പക്ഷേ പൊതുസമ്മേളനത്തിൽ ഈ സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന ആ ഒരു വലിയ ഒരു മഹാസമ്മേളനത്തിൽ, മഹിളാ സംഗമത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ റോഡ് ഷോയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ശക്തി പ്രകടനമായി കണക്കാക്കേണ്ടത്. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള 8 ജില്ലകളിലെ പരമാവധി പ്രവർത്തകരെ ഈ പരിപാടിയിൽ എത്തിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സുരക്ഷ SPG ഏറ്റെടുത്തു കഴിഞ്ഞു. നഗരത്തിൽ മാത്രം ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പോലീസുകാരെ ഇന്നലെ മുതൽ തന്നെ പോലീസുകാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം ഇപ്പോൾ തന്നെ പോലീസ് ഈ റോഡിൻ്റെ സ്വരാജ് റൗണ്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. 11 മണിക്ക് ഇവിടെ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. എന്തായാലും BJPയുടെ ഒരു ശക്തി പ്രകടനമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള, അതായത് രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു പ്രചാരണ പരിപാടിയുടെ തുടക്കമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്നലെ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തുവെങ്കിൽ പോലും കേരളത്തിലെ 2024 കേരളത്തിലെ ആദ്യത്തെ പൊതുപരിപാടിയാണ്. BJP ഇതിനെ ഒരു കാഹളം മുഴക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി. അവരുടെ ഇത്തവണ ഇല്ലെങ്കിൽ പിന്നീട് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം പ്രവർത്തകരിലുമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തൃശ്ശൂർ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി എത്തിയെങ്കിൽ അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നേടിയ 29% വരുന്ന വോട്ട്, അതായത് ഈ കഴിഞ്ഞ തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപനേക്കാൾ 10% മാത്രം കുറവായിരുന്നു വോട്ട് എങ്കിൽ, 2ാം സ്ഥാനത്തെത്തിയ CPIയുടെ സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം 10,000 ചില്ലുവാൻ വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ സുരേഷ് ഗോപിക്ക്. അവിടെയാണ് BJP ഇത്തവണ ഈ സീറ്റിനെ ലക്ഷ്യമിടുന്നത്, തൃശ്ശൂരിനെ ലക്ഷ്യമിടുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു A+ മണ്ഡലമായി തൃശ്ശൂരിനെ കാണുന്നത്. തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷ വെക്കുന്നതിന് കാരണം ഒന്ന് സുരേഷ് ഗോപിയുടെ താരപരിവേഷമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സംസ്ഥാനത്തുള്ളത് ഒരു എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ ഒരു അഭാവം നിലവിലുണ്ട്. അതിൽ സുരേഷ് ഗോപി എന്ന ആ ഒരു ഐക്കൺ അത് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു താരമാണ്, അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരുള്ള ഒരു നാടാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പോഴും അദ്ദേഹത്തിനൊരു ആരാധകരുള്ളൊരു നാട് കൂടിയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം, അതിൽ നിന്നും വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി ഇത്തവണ സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്. ഏകദേശം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 20%-ലധികം വരുന്ന ക്രൈസ്തവ വോട്ട് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ അന്ന് ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ക്രൈസ്തവ സഭയുമായി വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുമ്പോഴാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നത്. അത് പിന്നീട് ക്രൈസ്തവ സഭയുമായി ഒരു അകൽച്ചയ്ക്ക് കാരണമായെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു പരിധിവരെയും സഭയുടെ ഒരു നീരസം BJPയോടുള്ള നീരസം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ തിരികെ എത്താം. വിനേഷ്, അപ്പോഴും ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചത് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഔദ്യോഗികമായ നടപടിക്രമം എന്നത് തെരഞ്ഞെടുപ്പ് സമിതി ഔദ്യോഗികമായി പാനൽ പുറത്തുവിടുന്നത് വരെ പലപ്പോഴും സ്ഥാനാർത്ഥികൾ ആരെ എന്നതൊന്നും അറിയാറില്ല. പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമായൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായി സുരേഷ് ഗോപി എന്ന നേതാവിനെ തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുമ്പോൾ പരാമർശിക്കാതെ പോവുക അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാതെ പോവുക എന്നത് സാധ്യമല്ല. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള തുടക്കം കൂടിയായി മാറുമോ ഈ സമ്മേളനം?
അഭിലാഷ്, സുരേഷ് ഗോപിയെ അനൌദ്യോഗികമായി തന്നെ തൃശൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. സുരേഷ് ഗോപി തന്നെ അത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ഇനിയൊരു മാറ്റം അതിൽ നിന്നുണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുമില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിന് ഏറെ താല്പര്യമുള്ള ഒരാളാണ് സുരേഷ് ഗോപി. സംസ്ഥാന നേതൃത്വത്തിന് പക്ഷേ അതിലൊരു തീരുമാനമെടുക്കാൻ എന്തായാലും തൽക്കാലം കഴിയില്ല. കാരണം കേന്ദ്ര നേതൃത്വം തന്നെയാണ് സുരേഷ് ഗോപി ഇതിനകം തന്നെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം അനൌദ്യോഗികമായി തന്നെ ഇതിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ വേണം ഈ പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂരിലെത്തുന്നതിനെ നമ്മൾ നോക്കിക്കാണാൻ. കാരണം തൃശ്ശൂർ എന്ന സാംസ്കാരിക നഗരിയിൽ നിന്ന് തുടങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്കുണ്ട്. BJPയുടെ അടുത്ത ലക്ഷ്യം നമുക്കറിയാം കേരളം പിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP വളരെ താഴെയാണെങ്കിൽ പോലും കേരളത്തിൽ തങ്ങൾക്ക് അതിനുള്ള ഒരു വളക്കൂറുള്ള മണ്ണുണ്ട് എന്ന് എന്തായാലും BJP വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ തൃശ്ശൂരിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭകൾ എല്ലാം തന്നെ BJPക്ക് വലിയ തോതിൽ തന്നെ ഒരു പിന്തുണ, ക്രൈസ്തവ സഭകൾ പരസ്യമായി തന്നെ ആ ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായ ഒരു സാഹചര്യം കൂടി നമ്മളെ മുമ്പിലുണ്ട്. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ TN പ്രതാപന് 39% വോട്ട് ലഭിച്ചത്. തൊട്ട് താഴെയുള്ള LDF സ്ഥാനാർത്ഥിക്ക് അതിന് 30% ലഭിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് 29% വോട്ട് ലഭിച്ചിരുന്നു. അത് പ്രധാനമായും ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലഭ്യമാവുകയാണെങ്കിൽ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും സുരേഷ് ഗോപിക്കുണ്ട്, BJPക്കുമുണ്ട്. 40% ഇവിടുത്തെ വോട്ടർമാർ ക്രൈസ്തവരാണ്. സ്വാഭാവികമായും ആ 40% വോട്ട് വേണമെന്നില്ല. അതിൽ നിന്നൊരു 30% വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ BJPയുടെ വോട്ടുകളും ലഭിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ സുരേഷ് ഗോപിക്കുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള സുരേഷ് ഗോപിയുടെ താല്പര്യമുള്ള കുറേ ആളുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാതെ നിൽക്കുന്ന ആളുകളുണ്ട്. കൂടാതെ രാഷ്ട്രീയപരമായ നിലപാടുകളില്ലാതെ ഒരു അരാഷ്ട്രീയമായ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ആ വോട്ടെല്ലാം തന്നെ സമാഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജയിക്കാൻ കഴിയും എന്ന് തങ്ങൾക്ക് ഇത്തവണ എന്തായാലും തങ്ങൾ തൃശ്ശൂർ പിടിക്കും എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് എന്തായാലും BJP. അതിന്റെ ഒരു ആദ്യഘട്ട പ്രചാരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരെത്തുന്നത്. വീണ്ടും അനുമോദ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരം ഇപ്പോൾ തന്നെ പോലീസ് വലയത്തിലാണ്. പക്ഷേ വലിയ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നഗരം പൂർണ്ണമായും ഒരു പോലീസിന്റെയും അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിയന്ത്രണത്തിലേക്ക് എപ്പോൾ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, രാവിലെ 10 മണിയോടെ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. 11 മണിയോടെ പൂർണ്ണമായിട്ടും നഗരം പോലീസിന്റെയും SPGയുടെയും നിയന്ത്രണത്തിലാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം തൃശ്ശൂർ നഗരത്തിന്റെ ഒരു ഘടന, ആ റൗണ്ടിനെ ചുറ്റിയാണ് തൃശ്ശൂർ നഗരമുള്ളത്. എവിടുന്ന് വേണമെങ്കിലും റൗണ്ടിലേക്ക് എത്താൻ, സ്വരാജ് റൗണ്ടിലേക്ക് എത്താനുള്ള വഴികളുണ്ട്. ഇതിൽ പ്രധാന വഴികൾ ഒഴികെ മറ്റെല്ലാ വഴികളും പോലീസ് ബാരിക്കേഡ് വെച്ച് ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നായ്ക്കനാൽ വേദിയോട് സമീപത്തുള്ള വഴികളൊക്കെ. അപ്പോൾ ഇനി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർ വിവിധ ഇടങ്ങളിൽ പൂങ്കുന്നത്തും അയ്യന്തോളും തുടങ്ങി പോലീസ് നിർദ്ദേശ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ 11 മണിയോടെ തന്നെ ഈ വേദിയിലെ സദസ്സിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങും. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് സമാനമായൊരു തിരക്ക് പ്രതീക്ഷിക്കുമ്പോൾ 3 ലക്ഷത്തോളം പേർ നഗരത്തിൽ അണിനിരക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ പോലീസിന് ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പലയിടങ്ങളിലും ഈ റോഡ് ഷോ തുടങ്ങുന്ന ജില്ലാ ആശുപത്രി പരിസരം മുതൽ നായ്ക്കനാൽ വരെ ഉള്ള ഈ ഏരിയയിലെ കടകളൊക്കെ തന്നെ നിലവിൽ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കട തുറക്കണം തുറക്കരുത് എന്ന നിർദ്ദേശം വെച്ചില്ലെങ്കിൽ പോലും ആരും കട തുറക്കുന്നില്ല ആ മേഖലയിലൊന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ വലിയ തരത്തിലുള്ള ക്രമീകരണം, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പോയിന്റുകളിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ളത്. അതിന് റോഡ് ഷോയെ അനുഗമിക്കാനുള്ള അനുവാദം മാധ്യമങ്ങൾക്ക് പോലും നൽകുന്നില്ല. വലിയ ക്രമീകരണങ്ങൾ, അതായത് ഈ ഒരു പരിപാടി നടക്കുന്ന ഇടത്തേക്ക്
ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല, മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അത്തരത്തിലുള്ളൊരു ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി നടക്കുന്ന വേദിയിൽ അദ്ദേഹം കടന്നു വന്ന് ഈ 2 ലക്ഷത്തോളം വനിതകളെ അഭിവാദ്യം ചെയ്ത ശേഷമായിരിക്കും സദസ്സിലേക്ക് കയറുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 1-2 സാമുദായിക സംഘടനകളും അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിട്ടുണ്ട്. അവരുമായി ഉള്ള കൂടിക്കാഴ്ച മോദിയുടെ പ്രസംഗത്തിന് ശേഷം ഈ ഒരു വേദിയോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഓഫീസ് സംവിധാനം, ടെന്റാണ്, PMO ഓഫീസ് എന്നാണ് അത് അറിയപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുക, അവിടെ വെച്ചുണ്ടാകും എന്ന വിവരവുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വലിയ തിരക്കിലേക്ക് വരും മണിക്കൂറുകളിൽ തൃശ്ശൂർ നഗരം കടന്നു വരാൻ പോവുകയാണ്. തൃശ്ശൂരിൽ തിരക്ക് പുതുമയുള്ള കാര്യമല്ല, പക്ഷേ ഇത് പൂരത്തിന് സമാനമായ ഒരു സാഹചര്യം, ഒരു മോദിയുടെ ഈ ഒരു 3ാം വരവ് ഒരു ഉത്സവ പ്രതീതിയിൽ മറ്റൊരു തൃശ്ശൂർ പൂരത്തെ പോലെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വം. എത്രത്തോളം സ്വാധീനം ഈ തൃശ്ശൂരിൽ ഈ ഒരു മോദിയുടെ സന്ദർശനം ഉണ്ടാക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്, കാത്തിരിക്കേണ്ടതാണ്. കാരണം BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇവിടെ അനൗദ്യോഗികമായി.